ആരോട്? ദേവേന്ദ്രനോട് ചോദിച്ചു. അപ്പോൾ ദേവേന്ദ്രൻ പറഞ്ഞു അങ്ങനെയൊന്നും വേണ്ടേ ചോദിച്ചു. ആരോട്? വിശ്വാമിത്രരോട്. വിശ്വാമിത്രരോട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു വേണമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ അങ്ങോട്ട് കയറ്റിക്കോളൂ, ഇല്ലെങ്കിൽ ഈ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല എന്നും പറഞ്ഞു. എന്തുണ്ടാവില്ല എന്ന്? ദേവന്മാർ വരെ ഉണ്ടാവില്ല. ഞാൻ ഇവിടുന്ന് ചിലതൊക്കെ ചെയ്യും. അവൻ ദേവേന്ദ്രാദിദേവന്മാർ പറഞ്ഞു ഞങ്ങൾ വെറുതെ നേരം പോക്കിന് പറഞ്ഞു തന്നില്ല, ഞങ്ങൾക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ആരെ വടക്കേവാദിക്ക് കൂടി കയറ്റിക്കൊണ്ടുവന്നു. അങ്ങനെ ത്രിശങ്കുവിന് അത്രയ്ക്ക് പ്രഭാവമുള്ള ആളാണ്. ആര്? അല്ലാതെ ഒരു പിന്മടങ്ങണ ആളല്ല. ഒരു സംഗതിക്ക് ചിലരങ്ങനെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ വെച്ചാൽ ഇറങ്ങിയാൽ പിന്നെ ഇറങ്ങിയത് നേരെയാക്കിയിട്ട് ഇറങ്ങുള്ളൂ. അല്ലാതെ നമ്മൾ ഇറങ്ങിയിട്ട് കയ്യ് പള്ളി പറഞ്ഞിട്ട് പോരുന്ന ഏർപ്പാടൊന്നും ഇല്ല. അത് നിശ്ചയദാർഢ്യം എന്ന് അതിന് പറയുക. എന്താണ് നിശ്ചയദാർഢ്യം? നിശ്ചയദാർഢ്യം എന്ന് പറഞ്ഞാൽ നമ്മളെന്തെങ്കിലും ഒന്ന് നിശ്ചയിച്ചാൽ ആ നിശ്ചയിച്ചുറപ്പിച്ച കാര്യത്തിൽ ദൃഢമായ ഉറച്ച ബുദ്ധി, ഉറച്ച പ്രാപ്തി, ഉറച്ച ശ്രദ്ധ, ഉറച്ച പ്രവൃത്തി, ഇതൊക്കെ ഉണ്ടാവും. അതിന് അവർ വിട്ടില്ല. എന്തൊക്കെ വന്നാലും ആ പറഞ്ഞ ലക്ഷ്യത്തിൽ നിന്ന് അവർ പോവില്ല. അത്തരക്കാരും നന്നാവട്ടെ. കുട്ടികളൊക്കെ അങ്ങനെയാണ് വേണ്ടത്. ശരിക്കും അങ്ങനത്തെ ഒരു സമ്പ്രദായം പഠിപ്പിച്ച് വിട്ടാൽ മതി. അല്ല നമ്മളിങ്ങനെ നിരന്തരം ഉപദേശിച്ച് പിന്നെ കണ്ടാമിണ്ടാണ്ടാക്കേണ്ട കാര്യമൊന്നും ഇല്ല. നമ്മളെന്തിനേയും കിട്ടിയാൽ എന്താ ചെയ്യുക? ഇരിക്കുക കുട്ടിയെ കുറച്ച് ഉപദേശിക്കട്ടെ, എന്തായാലും നമ്മൾ കുറച്ച് വയ്യാണ്ടിരിക്കുക, എന്താ കുറച്ച് ദിവസമായി ഇപ്പോൾ ചെയ്തിട്ട് ഏത് അത് കാരണം കുട്ടികൾക്കൊന്നും കണ്ടുകൂടെ? ആരെ? നമ്മളെ നാട്ടിലെ കണ്ടില്ലേ ചില ഉപദേശികളൊക്കെ? അതിൻ്റെ മുമ്പിൽ ഒന്ന് പെട്ടു. അതിൻ്റെ മുമ്പിൽ ഈ ഉപദേശക്കാരൻ്റെ മുമ്പിൽ കണ്ടില്ലേ? വെറുതെ ആർക്കായി ഉപദേശിക്കുന്നത്? നമുക്കാർക്കും ഇഷ്ടമുണ്ടോ ഉപദേശിക്കുന്നത്? ഉണ്ടോ? നമുക്കിഷ്ടമല്ല. ഇഷ്ടമുണ്ടോ? വെറുതെ ഇങ്ങനെ ഉപദേശിക്കുന്നതെന്ന് ആർക്കും ഇഷ്ടാവില്ല. പക്ഷേ ഈ ഉപദേശിക്കുകയല്ല വേണ്ടത്. ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് രൂപപ്പെടുത്തി അവർ ചെയ്തോളും. അല്ലാതെ നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. അന്നും വലിയ കഥയൊന്നുമില്ല. എന്നാലും ആളുകൾ എന്ത് ചെയ്യും? പണ്ട് അച്ഛൻ പറഞ്ഞില്ലേ മകനോട്, എടോ നിന്നെയൊക്കെ എന്തിനു കൊള്ളും ചോദിച്ചു. നീയൊക്കെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടോ, നിൻ്റെയൊക്കെ പ്രായത്തിൽ നെഹ്റു നിൻ്റെയൊക്കെ പ്രായത്തിൽ നെഹ്റു ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മുമ്പിൽ നിന്നിട്ട് ബ്രിട്ടീഷുകാരോട് പടപൊരുതായിരുന്നു. നീയോ ചോദിച്ചു. ആരോട്? വെറുതെ ചോറുണ്ണാൻ. ആരോട്? മകനോട്. അപ്പോൾ മകൻ പറഞ്ഞു അച്ഛൻ്റെ പ്രായത്തിൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അച്ഛനോ ചോദിച്ചു. അച്ഛനെ പിന്നെ പഞ്ചായത്തിലേ കണ്ടിട്ടില്ല. അമ്മ എന്തേ ചെയ്തു വന്നിട്ട് പത്രത്തിൽ കൊടുത്തിട്ടുണ്ടാവും. ഈ ഉരി കൊടുത്ത് നാഴിയല്ല പറ, നാഴിയൊക്കെ പണ്ട് ഈ ഉരി കൊടുത്ത് പറ വാങ്ങുകയെന്ന് കേട്ടിട്ട് ചെറുത് കൊടുത്ത് വലുത് വാങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഈ ഉപദേശത്തിൻ്റെയൊക്കെ ഒരു ശൈലി ഇത്. വെറുതെ ഈ ഉപദേശിക്കാനൊന്നും പുറപ്പെടരുത്. നമ്മളൊരാൾക്ക് എന്തെങ്കിലും ഒരു സംഗതി പറഞ്ഞു കൊടുക്കുമ്പം ആ പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് പ്രവൃത്തി നമ്മുടെ കയ്യിലുണ്ടെങ്കിലേ നമ്മൾ ഈ പറയണത് കേൾക്കണ ആളുടെ ഉള്ളിലേക്ക് ചെല്ലുള്ളൂ. മനസ്സിലായില്ല? ഇപ്പം നമ്മളൊരു സംഗതി ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പം ആ പറഞ്ഞു കൊടുക്കണ ആൾക്ക് ഈ പറയുന്നതിനനുസരിച്ച് പ്രവൃത്തിയിൽ ഉറച്ച ആളാണെങ്കിൽ അത് പറയുമ്പം കേൾക്കുന്ന ആൾക്ക് എന്തെങ്കിലും തോന്നുള്ളൂ. ഇല്ലെങ്കിൽ ഒന്നും തോന്നില്ല. ആകെ തോന്നുക കണ്ടാൽ മിണ്ടണ്ടെന്നേ തോന്നുള്ളൂ, വെറുപ്പേ തോന്നുള്ളൂ. മനസ്സിലാവുന്നില്ലേ? അപ്പോൾ ഉപദേശിക്കുന്നേക്കാൾ ഭേദം നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കുക നല്ലത് എന്നാണ് പറയുന്നത്. ഇവിടെ ഈ മഹർഷി അങ്ങനെ യോഗ്യനായൊരു മഹർഷിയാണ്. അദ്ദേഹം വീണ്ടും അങ്ങനെ ത്രിശങ്കുവിനെ സ്വർഗത്തേക്ക് പറഞ്ഞയച്ചു. ഈ ത്രിശങ്കുവിനെ സ്വർഗത്തേക്ക് പറഞ്ഞയച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായി. ആ കാലത്ത് എന്താ ഉണ്ടായെന്നാണെങ്കിൽ ഈ വീണ്ടും തപസ് ചെയ്തു. തപസ് ചെയ്തിരിക്കുന്ന കാലത്ത് വീണ്ടും പല ബുദ്ധിമുട്ടുകളുണ്ടായി ഇദ്ദേഹത്തിന് തപസ് ചെയ്യുന്ന സമയത്ത്. അതായത് ലോകത്തെ തന്നെ നശിപ്പിച്ച് വീണ്ടും സൃഷ്ടിക്കാൻ പ്രാപ്തിയുള്ള ഒരാളാണ് ആര്? വിശ്വാമിത്രൻ. അക്കാലത്ത് ഒരു അംബരീഷൻ എന്ന് പറഞ്ഞിട്ടൊരു രാജാവ്, അദ്ദേഹത്തിനൊരു യജ്ഞം നടക്കുന്ന സമയത്ത് യജ്ഞപശുവിനെ പെട്ടെന്ന് ആരോ മോഷ്ടിച്ചുകൊണ്ടുപോയി. യജ്ഞപശുവിനെ മോഷ്ടിച്ചുകൊണ്ടുപോയി. ഇനിയിപ്പോൾ എന്താ അപ്പോൾ യജ്ഞപശുവിനെ എവിടെ നിന്നാണ് കിട്ടുക എന്ന് അന്വേഷിച്ച് നടക്കുമ്പം യജ്ഞത്തിൻ്റെ സമ്പ്രദായം തെറ്റിയല്ലേ. ഇപ്പോൾ രാജാവിനോട് പുരോഹിതന്മാർ പറഞ്ഞു അങ്ങയുടെ ശ്രദ്ധക്കുറവുകൊണ്ടാണ് ഈ അന്തല്യായം ഉണ്ടായത്, അതുകൊണ്ട് ഇതിൻ്റെ ദുരിതം അങ്ങ് അനുഭവിക്കേണ്ടി വരും എന്നും പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് വലിയ വെപ്രാളായി. ഈ അംബരീഷൻ എന്ന് പറഞ്ഞ രാജാവ് എന്ത് ചെയ്തു? അന്വേഷിച്ച് നടന്നു ഒരു യജ്ഞപശുവിനെ കിട്ടുമെന്ന്. അങ്ങനെ നോക്കുമ്പോഴാണ് ഒരു ദിക്ക് ചെന്നപ്പോൾ ഋചീകൻ എന്ന് പറഞ്ഞൊരു മഹർഷിയുടെ അടുത്ത് ചെന്നു അങ്ങയുടെ മക്കളെ ആരെങ്കിലും ഒരാളെ തരുമോ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു മൂത്ത മകനെ ഞാൻ തരില്ല എന്നും പറഞ്ഞു. അപ്പോൾ ഇളയ മകനെ തരുമോ ചോദിച്ചു. അപ്പം ഭാര്യ പറഞ്ഞു ഇളയ മകനെയും തരില്ല എന്നും പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ ഒരു മകൻ അതിനെ അവനെ കൊണ്ടുപോയിക്കോളൂ എന്നും പറഞ്ഞു. ആ മകൻ്റെ പേരാണ് ശൂനശേഖൻ എന്ന് പറയും. ഈ കഥ ഇത്തിരി വ്യത്യാസമായിട്ട് ദേവി ഭാഗവതത്തിലുണ്ട്. ദേവി ഭാഗവതത്തിൽ അംബരീഷൻ എന്നല്ല അദ്ദേഹത്തിൻ്റെ പേര്, ഹരിശ്ചന്ദ്രൻ എന്ന പേര്. ഈ പേരിലൊക്കെ ചില വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. സംഗതി ഇവിടെ ഉണ്ട്. അംബരീഷൻ എന്നാണ് ഇവിടെ പേര്. ഇനി കേട്ട് പരിഭ്രമിക്കേണ്ട, തെറ്റിദ്ധരിക്കേണ്ട. തന്തലിയായി പറഞ്ഞതല്ല, ഇവിടെ ഇങ്ങനെയാണ് അംബരീഷൻ എന്നാണ് പേര്.
കഥയൊക്കെ ഏതാണ്ട് അറിയാൻ മട്ട. എന്നിട്ട് ഈ ശൂന്യശേഖൻ എന്ന് പറഞ്ഞ കുട്ടിയെ കൊടുത്തു. ഈ ശൂന്യശേഖൻ എന്ത് ചെയ്തു? അപ്പോൾ അതിങ്ങനെ ചോദിച്ചു. അപ്പോൾ അതിന് അച്ഛനും വേണ്ട അമ്മയ്ക്കും വേണ്ട എന്ന്. അപ്പോൾ തന്നെ ആർക്കും വേണ്ടല്ലോ. അങ്ങനെ ഇതിനെ കൊണ്ടുപോയിട്ട് ആ ഈ യൂപം എന്ന് പറഞ്ഞ കുറ്റിയിൽ പിടിച്ച് കെട്ടിയിട്ടിട്ട് ആരെന്ത് മഹർഷിമാർക്കൊക്കെ സങ്കടമായി. അയ്യോ ഇതിനെങ്ങനെയാണ് കൊല്ലണത്, പാവം കുട്ടിയല്ലേ, മനുഷ്യക്കുട്ടിയല്ലേ, പാവം സാധു കുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞു. എന്ത് പറഞ്ഞിട്ട് ഈ അംബരീഷ മഹാരാജാവ് സമ്മതിച്ചില്ല. ആര് പറഞ്ഞിട്ടും സമ്മതിച്ചില്ല. അങ്ങനെ ഇതിനിപ്പോൾ കൊല്ലും എന്നുള്ളൊരു മട്ടായപ്പം അതാ വരുന്നു ആര്? നമ്മുടെ വിശ്വാമിത്ര മഹർഷി. അദ്ദേഹം കേട്ടറിഞ്ഞേ ആ വിശ്വാമിത്ര മഹർഷി ആ യജ്ഞശാലയ്ക്ക് അങ്ങോട്ട് വന്നു. യജ്ഞശാലയ്ക്ക് വന്നിട്ട് രാജാവിനോട് പറഞ്ഞു, രാജാവേ ഈ കുട്ടിയെ കെട്ടഴിച്ചു വിടണമെന്നും പറഞ്ഞു. അവിടെ ഒരു ഗംഭീര വർത്തമാനം ഉണ്ടായത്, തർക്കം ഉണ്ടായത്. അപ്പോൾ ചോദിച്ചു, അങ്ങേക്ക് ഈ കുട്ടിയെ കെട്ടഴിച്ചു വിടണമെന്ന് പറയാൻ എന്താ അവകാശം ചോദിച്ചു. അദ്ദേഹം ഇത് എൻ്റെ മകനാണെന്നും പറഞ്ഞു. ആരോട്? അദ്ദേഹത്തിൻ്റെ മകനല്ല ആണ്. അപ്പോൾ ഈ കുട്ടിയെ ആശ്രയിച്ചു. മഹർഷി എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ആശ്രയിച്ച സമയത്ത് മഹർഷി പറഞ്ഞു, ഇതെൻ്റെ മകനാണ്, ഇതിനെ കെട്ടഴിച്ച് വിട്ടോളണം എന്ന് പറഞ്ഞു. അപ്പോൾ വിശ്വാമിത്രർ എൻ്റെ മകനാണ് കെട്ടഴിച്ച് വിട്ടോളണം എന്ന് പറഞ്ഞ് വിട്ടിട്ടില്ലെങ്കിൽ ചിലപ്പോൾ യജ്ഞം യാഗമൊന്നും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല മുറത്തേക്ക് വരാനേ ഉണ്ടാവുള്ളൂ. ആകെ കൂടി യജ്ഞശാലയത്തെ ഹോമകുണ്ടത്തെ വെണ്ണീരല്ല, ആകെ കൂടിയുള്ള വെണ്ണീരൊരു മുറത്തേക്കേ ഉണ്ടാവുള്ളൂ. ഭസ്മാക്കാൻ ശക്തിയുള്ള ആളാണ്. അപ്പോൾ ചോദിച്ചു, പിന്നെ അപ്പം ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പുത്രനായത് ഈ കുമാരൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, അതായത് അന്നദാത ഭയത്രാത എന്നും കൂടി ഉണ്ട്. എന്താണ്? അച്ഛന്മാരുടെ കഥ പറയുമ്പം 5 തരത്തിൽ അച്ഛൻ്റെ സ്ഥാനം ഉണ്ടെന്ന് പറയും. ഏതൊക്കെയാണ് ആ സ്ഥാനം? നോക്കൂ, ജനയിത ജനകൻ, ജനിപ്പിച്ച ആള്. ഉപനയിച്ച ആള്, ഉപനയിക്കില്ലേ, പുണ്യങ്ങളെയൊക്കെ ഉപനയിക്കുമല്ലോ. ഉപനയിച്ച ആള് അച്ഛൻ്റെ സ്ഥാനത്താണ്. അതുപോലെയാണ് എന്താ? യശ്ച വിദ്യാം പ്രയച്ഛതി, നമ്മൾക്ക് അറിവിൻ്റെ മാർഗം വെളിച്ചം തന്നു വഴികാട്ടിയുള്ള ആളാരാണ്? അച്ഛൻ്റെ സ്ഥാനത്താണ്. മാത്രമല്ല പിന്നെയുണ്ട് അന്നദാത ഭയത്രാത പഞ്ചൈതേ പിതരസ്മൃത എന്ന് പറയും. അന്നദാത, അന്നം ആഹാരം തന്നയാൾ. ആഹാരം തരിക അർത്ഥം എന്താ? ആഹാരം കഴിച്ചില്ലേ മരിച്ചോയില്ലേ. അപ്പോൾ ആഹാരം തന്ന് നമ്മുടെ ജീവൻ നിലനിർത്തിയ ആ മഹാത്മാവ് അച്ഛനെ പോലെയുള്ള ഒരാളാണെന്നാണ് പറയുക. ഭയത്രാത, ഭയം, മരണഭയം. ആരെങ്കിലും ഒരാളെ നമ്മളെ കൊല്ലും, ഒരു മരണം ഉണ്ടാവുകയായി എന്ന് വന്ന ഘട്ടത്തിൽ ആ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്ന ആൾ ആരെന്നെയാണ്? അച്ഛനാണ്. അർത്ഥം ജീവൻ പ്രദാനം ചെയ്ത ആളൊക്കെ അച്ഛൻ്റെ സ്ഥാനത്ത് വരും. അതിപ്പം ജനിപ്പിച്ച ആളാണെങ്കിലും ഉപനയിച്ച ആളാണെങ്കിലും വിദ്യ തന്ന് നമ്മളെ രക്ഷിച്ച ആളാണെങ്കിലും അന്നം തന്ന് ജീവൻ പോവാതെ രക്ഷിച്ച ആളാണെങ്കിലും മരണഭയം ഉണ്ടായപ്പോൾ മരണമില്ലാതെ കണ്ടാക്കി രക്ഷിച്ച ആളാണെങ്കിലും ഇവരൊക്കെ ഇതിൽ പെടും അച്ഛൻ. അപ്പം ഇദ്ദേഹം അപ്പം അവിടെ എന്തിലാണ് പെടുന്നത്? മരണഭയത്തിൽ നിന്ന് രക്ഷിച്ചില്ല, അതാണ് മകനാണെന്ന് പറഞ്ഞത്. അപ്പോൾ ശാസ്ത്രമൊക്കെ വെച്ച് നോക്കുമ്പോൾ യുക്തി വല്ലത്തെ യുക്തിയാണേ. അങ്ങനെ അവസാനം രാജാവ് ഈ കുട്ടിയെ കെട്ടഴിച്ചു വിട്ടു. ഈ കുട്ടിയെ കെട്ടഴിച്ചു വിട്ടപ്പോൾ വലിയ തർക്കമായി. അച്ഛൻ ഉപേക്ഷിച്ചതാണ്, അമ്മ ഉപേക്ഷിച്ചതാണ്. അപ്പോൾ ഈ കുട്ടി ചോദിച്ചു, ഞാൻ എവിടേക്കാണ് പോകേണ്ടത് ചോദിച്ചു. അപ്പോൾ മഹർഷിമാർ തമ്മിൽ തർക്കമായി. മഹർഷിമാർ പറഞ്ഞു, എന്തായാലും അദ്ദേഹം ആരോരും ഇല്ലെങ്കിൽ പിന്നെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് തന്നെ പോയിക്കോട്ടെ എന്നും പറഞ്ഞു. അപ്പം ആരോ പറഞ്ഞു, അച്ഛനും അമ്മയും ഉപേക്ഷിച്ചതല്ലേ, പിന്നെ എങ്ങനെയാണ് അങ്ങോട്ട് പോവുക ചോദിച്ചു. അപ്പോൾ ആരോ പറഞ്ഞു, അങ്ങനെയല്ല, അതെന്താ ചോദിച്ചാൽ രാജാവ് അതിനെ വാങ്ങിക്കൊണ്ടുവന്നത്, അപ്പോൾ രാജാവാണ് അതിൻ്റെ രക്ഷിതാവ് എന്നും പറഞ്ഞു. വേറൊരു മഹർഷി പറഞ്ഞു. അപ്പോൾ മറ്റേ മഹർഷി പറഞ്ഞു, ശരിയാവില്ല. എന്താ കാരണം? രാജാവ് എങ്ങനെ രക്ഷിതാവുക? രക്ഷിതാവാണെങ്കിൽ രാജാവ് ഇതിനെ കൊല്ലാനായിട്ട് കുറ്റിമ കെട്ടു, അപ്പോൾ രാജാവല്ല രക്ഷിതാവ് എന്നും പറഞ്ഞു. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? പുരോഹിതന്മാരാണ് രക്ഷിതാക്കളാ പറഞ്ഞു. അവരെ ഏറ്റില്ല. ഒടുക്കം പറഞ്ഞു, ഒരു വിവരമുള്ളൊരു മഹർഷി പറഞ്ഞു, വിശ്വാമിത്ര മഹർഷിയാണ് ഇതിൻ്റെ രക്ഷിതാവ് എന്നും പറഞ്ഞു. മഹർഷി പറഞ്ഞു, ഉണ്ണി എങ്ങോട്ട് പോരെ എന്നും പറഞ്ഞു. അതിനോട് ആ കുട്ടിയെ അങ്ങോട്ട് വലത്തെ കൈ കൊണ്ട് പിടിച്ചങ്ങോട്ട് തൻ്റെ കൂടെ കൂട്ടിയിട്ട് മഹർഷി ആ കുട്ടിയുടെ കൈയും പിടിച്ച് അവിടുന്ന് പോവുകയും ചെയ്തു. അങ്ങനെയുണ്ടായത്. അത് തൻ്റെ അടിയാണ് ആളെന്നാണ് പറഞ്ഞത്. ആര്? ഒരു സന്ദർഭം വരുമ്പോൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ മടിക്കണ ആളല്ല. നമ്മുടെ നാട്ടിലൊക്കെ മുമ്പിലൊക്കെ നിൽക്കും, അല്ല ഉത്തരവാദിത്വം വരുന്നത് കണ്ട പിന്നെ ആ സാധനത്തിനെ കാണുന്നില്ല. കണ്ടിട്ടില്ലേ? അത്തരത്തിൽ ഒളിച്ചോട്ടക്കാരനല്ല. ഏതിൻ്റെയും മുമ്പിൽ നിന്ന് താൻ പറഞ്ഞ നിലപാടിൽ ഉറച്ച, ഇതെൻ്റെ പുത്രനാണെന്ന് പറഞ്ഞ നിലപാട് മാറ്റാതെ അദ്ദേഹം ആ പുത്രനായ മട്ടിൽ രക്ഷിച്ചില്ലേ. എന്നിട്ട് അതിനെ കൂടെ കൂട്ടി തൻ്റെ പുത്രന്മാരുടെ കൂടെ കൊണ്ടുവന്ന് പരിപാലിക്കുകയും ചെയ്തു എന്ന് പറയും ആര്. അങ്ങനെ മഹാകേമനാണ് ആര്? വിശ്വാമിത്രരെ നമ്മുടെ ഈ ചെറിയ സ്കെയിലോണ്ടൊന്നും അളന്നാൽ കിട്ടുന്ന അളവുള്ള ആളൊന്നും അല്ല. അദ്ദേഹം കുറച്ച് വലിയ അളവിൽ പിടിക്കേണ്ട ആളാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഇനി ഇദ്ദേഹത്തിൻ്റെ കഥയിലെ മഹിമകളായി പറഞ്ഞതൊക്കെ ഇനി വേറെയും കഷ്ടമൊക്കെ ഉണ്ടായി. അക്കാലത്ത് ഒരിക്കലും എന്താ വെച്ചാൽ അദ്ദേഹം ഇങ്ങനെ തപസ് ചെയ്ത് കേമായിട്ട് തപസ് ചെയ്തിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം എന്താ ഉണ്ടായി. അപ്പോഴാണ് ബ്രഹ്മാവ് അദ്ദേഹത്തിൻ്റെ തപസ് കേമായിട്ട് വന്ന സമയത്ത് ബ്രഹ്മാവ് വന്നിട്ട് പറഞ്ഞു, ഋഷിസ്ത്വമസി. എന്താ പറഞ്ഞത്? ആദ്യം രാജഋഷിയായിരുന്നു.
രാജഋഷി എന്നാ പറഞ്ഞു. ഇപ്പൊ ഇവിടെ വന്നിട്ട് പറഞ്ഞു അബ്രവീൽ സുമഹാതേജ ബ്രഹ്മ സുചിരം വച എന്നൊക്കെ രുചിരം വച, നല്ല സുന്ദരമായ വാക്ക് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഋഷിസ്ത്വമസി ഭദ്രം തേ സ്വർജിതൈ കർമ്മഭിശുഭൈ. അങ്ങയുടെ അങ്ങ് ഇത്രയും കാലം ചെയ്ത തപസ്സിൻ്റെ മഹിമയുള്ള കർമ്മങ്ങളെ കൊണ്ട് അങ്ങ് ഋഷിയായി എന്നും പറഞ്ഞു. ആരോട് പറഞ്ഞു? വിശ്വാമിത്രരോട്. വിശ്വാമിത്രരത് കേട്ടപ്പോൾ എന്ത് പറഞ്ഞു? ഒരു കാര്യമില്ല എന്നും പറഞ്ഞു. താൻ അതിനല്ലല്ലോ ഇരിക്കണത്, വേണ്ടാന്നും പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വീണ്ടും ഗംഭീരമായിട്ട് തപസ് ചെയ്തു. കേമായ തപസ്സാ ചെയ്തതേ. തപസ് ഇങ്ങനെ ഗംഭീരമായിട്ട് ചെയ്ത സമയത്ത് അക്കാലത്ത് ഒരു ദിവസം വൈകുന്നേരം ആകുമ്പോൾ ഒരു 4:45 5 മണിയാകുമ്പോൾ കണ്ടു മേനക. മേനക അറിയോ? അറിയാൻ വഴി ഉണ്ടല്ലേ? അറിയും, പരിചയം ഉണ്ടാവും. മേനകയൊക്കെ പരിചയമുണ്ടാവും. മേനകയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ദേവലോകത്തുനിന്ന് വരും. ഈ മേനക എന്നൊക്കെ പറഞ്ഞാൽ തന്നെ എന്താണെന്നറിയോ? ഈ അവർ ഉർവശി, മേനക, രംഭ, തിലോത്തമ എന്നൊക്കെ പറഞ്ഞ് ഘൃതാജി എന്നൊക്കെ പറഞ്ഞ് കുറേ പേരുണ്ട്, അപ്സരസ്സുകളുണ്ട്. ഇവരുടെ പ്രത്യേകത എന്താ ചോദിച്ചാൽ ഇവരുടെയൊക്കെ ജോലി എവിടെയാണ് ചോദിച്ചാൽ തപസലക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി. തപസലക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ട് ദേവലോകത്ത്. അതിൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റാണ് മേനക. ഇടയ്ക്ക് ഉർവശിക്ക് ചാർജൊക്കെ കൊടുക്കും, എന്നാലും HOD ആരാണ്? മേനക. ആ മേനകയാണ് നീല സാരിയും ബ്ലൗസൊക്കെ കൊടുത്ത് പച്ചക്കോട്ടയൊക്കെ പിടിച്ച് ബാഗും കറുത്ത ചെരുപ്പൊക്കെ ഇട്ടാർ വരുന്നത്. മേനക ഇങ്ങനെ വരിക. മേനക ഇങ്ങനെ വന്നു. വഴി ഇങ്ങനെ വരികയാണ്. വിശ്വാമിത്ര മഹർഷിയുടെ ആശ്രമമല്ലേ, ആശ്രമത്തിൻ്റെ അധികം വന്നു. അപ്പോൾ ആശ്രമത്തിൻ്റെ ആ വഴി വന്നപ്പോൾ വൈകുന്നേരമായി, സന്ധ്യാവുമായി, 5 മണിയൊക്കെ ആയപ്പോൾ ഒരു ചാറൽ മഴയുണ്ട്, കുറേശ്ശെ ഒരു മഴ ഇങ്ങനെയുണ്ട്. അപ്പോൾ മേനക എന്ത് ചെയ്തു? വിശ്വാമിത്ര മഹർഷിയുടെ ആശ്രമത്തേക്ക് കയറിയ മുറ്റത്തേക്ക് വന്നിട്ട് ചോദിച്ചു, മഹർഷേ ഞാൻ ഈ ഇറയത്തൊന്ന് നിന്നോട്ടെയോ, മഴ ചോർന്നിട്ട് പോയിക്കോളാം എന്നും പറഞ്ഞു. ആരോട്? ഇപ്പോൾ ആ ഒരു സാധു സ്ത്രീ വല്ല ജോലിക്ക് പോണതൊക്കെ ആവുകയെ, ഓട്ടോറിക്ഷ കിട്ടാതെ മഴയത്തെ ഇപ്പോൾ കഷ്ടത്തിലായിട്ട് മഴ ചോർന്നിട്ട് പോയിക്കോട്ടെ. ശരി ആയിക്കോട്ടെ, വിരോധമില്ല. ആര് പറഞ്ഞു? മഹർഷി പറഞ്ഞു. അങ്ങനെ മേനക ഇറയത്ത് കയറി നിന്നതാണ്. ആ മേനക പിന്നെ പോയത് 10 കൊല്ലം കഴിഞ്ഞിട്ടാണ്. മഹർഷിയുടെ കൂടെ ഇങ്ങോട്ട് കൂടിയേ മഹർഷിക്ക് ആദ്യം ഇത് മനസ്സിലായില്ല. അങ്ങനെ ഈ മേനക അദ്ദേഹത്തിൻ്റെ കൂടെ കഴിച്ചു കൂട്ടുന്ന കാലത്തിന് ശകുന്തളയൊക്കെ ഉണ്ടായി എന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെയുണ്ട്. കുറേ കാലം കഴിഞ്ഞപ്പോൾ ആ മഹർഷിക്ക് മനസ്സിലായി ഇവള് പറ്റിക്കാൻ വന്നതാ. ആര്? തപസ്സലക്കാൻ വന്നതാണേ. ദേവേന്ദ്രന് സംശയം തോന്നിയിട്ടുണ്ടാവും. എന്ത്? ഇദ്ദേഹം ജാതി തപസ്, പണ്ട് ദേവേന്ദ്രനോട് പറഞ്ഞതല്ലേ ദേവേന്ദ്രന്മാരിനി വേണോ വേണ്ടേന്ന്. അപ്പോൾ ഇയാൾ തപസ് ചെയ്ത് ഇവിടേക്ക് വന്നാൽ പിന്നെ ദേവേന്ദ്രൻ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല, ഉണ്ടാവില്ല ആ സാധനം. അപ്പോൾ അത് കാരണം ചിലപ്പോൾ തപസ്സലക്കാൻ അയച്ചതാണ് ആരേ? ഈ മേനക. അപ്പോൾ മേനക തപസ്സൊക്കെ ഇല്ലാണ്ട് കിലോ തൻ്റേതെന്ന് ആലോചിച്ചു. അദ്ദേഹം വല്ലാതെ വിഷമിച്ചു. എന്താപ്പല്ലേ, കാമഭാവം കൊണ്ട് എന്ത് പോയി? ഇത്രയും തപസ് പോയില്ല. അദ്ദേഹം വല്ലാതെ വിഷമിച്ച് അങ്ങനെ മേനകയൊക്കെ പറഞ്ഞയച്ചു. മേനകയെ പറഞ്ഞയച്ച സമയത്ത് എന്താ ഉണ്ടായെന്നാണെങ്കിൽ എന്തല്ലേ സർവം സുരാണാം കർമ്മ എന്നൊക്കെ ഈ ദേവന്മാർ ചെയ്യണ പണിയത് ഇത്ര കാമമോഹാഭിതപദസ്യ വിഘ്നോയം മൃത്യുപസ്ഥിത. കാമത്തിൽപ്പെട്ട് എൻ്റെ ഈ തപസ്സിന് വിഘ്നാണ് ഉണ്ടായത്, തടസ്സപ്പെട്ടു എൻ്റെ വിഘ്നം. വല്ലാതെ വിഘ്നമായിട്ട് തീർന്നു. അദ്ദേഹം അവിടുന്ന് എന്ത് ചെയ്തു വെച്ചിട്ടോ, അവിടുന്ന് തപസ് മതിയാക്കിയിട്ട് ഒക്കെ ഉപേക്ഷിച്ചൊക്കെ അവിടുന്ന് ഒഴിഞ്ഞു പോയി. എവിടേക്ക് പോയി? കൗശികീ തീരത്തേക്ക് പോയി. കൗശികി ആരാണ്? മറന്നോ? ഈ വിശ്വാമിത്ര മഹർഷിക്ക് ഒരു ഓപ്പോളുണ്ടല്ലോ, സത്യവതി. അദ്ദേഹം വിഷമം ഉണ്ടാവുമ്പോൾ എങ്ങടാ പോവുക? ഓപ്പോൾ അത് അങ്ങനെയാണല്ലോ, ഭാര്യയോട് തല്ലുകൂടി എങ്ങടാ പോവുക? ഭാര്യയോട് 1 2 പറഞ്ഞ് തല്ലുകൂടി ഇഡ്ഡലി ചെമ്പ് ഉരുളിയൊക്കെ എടുത്ത് ഏറൊക്കെ കഴിഞ്ഞൊക്കെ പറമ്പലുണ്ട് ഇപ്പോൾ കിടക്കണോ ഏത് പാത്രങ്ങൾ. എവിടേക്കാണ് എന്നിട്ട് പോവുക? എന്നിട്ട് വേഗം രണ്ടാം ഓപ്പോളുണ്ടല്ലോ അവിടെ, 2ാമത്തെ ഓപ്പോൾ സാവിത്രി ഓപ്പോളുടെ അടുത്തേക്ക് പോകും. എന്താ നാരായണൻകുട്ടി അങ്ങോട്ട് പോകുന്നത്? ഒന്നും പറയണ്ട ഓപ്പോളെ. ഞാൻ ഇങ്ങോട്ട് പോന്നു. ഊണ് കഴിച്ചിട്ടുണ്ടോ നാരായണൻകുട്ടി? എവിടെ ഉണ്ടണോ? നാം വന്ന് ഉണ്ടോളോ? കുളിച്ചിട്ടുണ്ടോ? എവിടെ കുളിക്കണോ? ഒരാഴ്ചയായി കുളിച്ചിട്ട്. വെറുതെ ആവില്ല അവിടുന്ന് ഓടിച്ചിട്ടുണ്ട്. എവിടുന്ന്? ഹരിയ. അങ്ങനെ അപ്പോൾ അതാണ് അവിടെ തെറ്റിയ എവിടേക്കാണ് പോരുക? എന്താ കാരണം ഓപ്പോളന്മാരുടെ അടുത്ത് അവർ അമ്മയച്ഛനൊന്നും ഇപ്പം ഇല്ലല്ലോ. അപ്പോൾ വലിയ ഓപ്പോളന്മാരുടെ അടുത്ത് വന്ന ഒരാശ്രയം അവിടെയാണ്. നമ്മൾ വന്ന് അമ്മയുടെ അടുത്ത് പെരുമാറും പോലെ പിന്നെ ഒരിക്കലും പെരുമാറും എവിടെയാണ്? വലിയ ഓപ്പോളന്മാരെന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഏടത്തിമാരില്ലേ? വലിയ ഏടത്തിമാരുടെ അടുത്താണ് അങ്ങനെ നമ്മൾ അടുത്ത് പെരുമാറുള്ളൂ. അവിടെ നമുക്കൊരു സ്വാതന്ത്ര്യം കൂടും. എന്തും പറയാനും ചെയ്യാനും ചോദിക്കാനും വാങ്ങാനും ഉണ്ണാനും നടക്കാനും ഇരിക്കാനും ഒക്കെ ഒരു സൗകര്യം കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൗശികീ തീരം ആസാദ്യ. കൗശികീ തീരം വലിയ ഓപ്പോളിൻ്റെ അടുത്ത് വന്ന് അവിടെ ഇരുന്നു കുറച്ച് ദിവസം. എന്താ കാരണം? ഒരു സമാധാനത്തിനേ. ഇവിടെയൊക്കെ ഈ മേനകയൊക്കെ വല്ലാതെ ഉപദ്രവിച്ചതല്ലേ, ആ വിഷമം തീരാൻ അവിടെ വന്നിരുന്നു. അവിടെ ഇങ്ങനെ വന്നിരിക്കുന്ന സമയത്താണ് അതാ വരുന്നു ആര്? ബ്രഹ്മാവ് വരുന്നു. ഈ കൗശികീ തീരത്ത് തപസ് ചെയ്യുമ്പോൾ ബ്രഹ്മാവ് വന്നിട്ട് പറഞ്ഞു,
എന്താണ്ടായിരുന്നത്? ആമന്ത്രയൻ സമാഗമ്യ സർവേ സരിഷിഗണാസുരാഹ. ദേവന്മാരോട് കൂടിയിട്ട് ബ്രഹ്മാവ് വന്നിട്ട് പറഞ്ഞു, മഹർഷി ശബ്ദം ലഭതാം സാധ്വയം കുശികാത്മജ. അങ്ങിപ്പം മഹർഷിയായി എന്നും പറഞ്ഞു. എന്തായിന്ന്? മഹർഷിയായി. ആദ്യം അങ്ങനെ പ്യൂണായിട്ടാണ് കയറിയത്. പിന്നെന്തായി? LD ക്ലർക്കായി. പിന്നെ മൂത്ത് UD ക്ലർക്കായി. ഇപ്പോൾ SO. ഇനി മൂത്ത എന്താവുക? എന്തെങ്കിലുമൊക്കെ ആവും. സൂപ്രണ്ട് അങ്ങനെയൊക്കെ ആവുമല്ലോ. അങ്ങനെയല്ലേ അതിൻ്റെ ക്രമം. പക്ഷെ പരീക്ഷ എഴുതി പാസ്സായി ഇങ്ങനെ ഉയർച്ചയിൽ വരില്ലേ? ഉദ്യോഗത്തിൽ അങ്ങനെ കയറ്റം വരുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ ആദ്യം എന്തായിരുന്നു? രാജഋഷി, പിന്നെ ഋഷി, പിന്നെ ഇപ്പം മഹർഷി ശബ്ദോ മഹർഷിയായി. എന്ത് മഹർഷി പറഞ്ഞ? ഋഷി, മഹാനായ ഋഷിയായാൽ എന്തായി? മഹർഷിയായിട്ട് തീർന്നു എന്നും പറഞ്ഞു. അപ്പം ഇവിടം കൊണ്ട് നിർത്തുന്ന വിചാരിക്കുന്നത് ദേവന്മാരെ. അദ്ദേഹത്തിന് തൃപ്തിയായില്ല, മഹർഷിയായിട്ടൊന്നും തൃപ്തിയായില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം പറയുകയും ചെയ്തു, ഹേ മഹർഷേ സ്വാഗതം വത്സ തപസോഗ്രേണ ദോഷിത മഹത്വം ഋഷിമുഖ്യത്വം ദദാമി തവ കൗശിക. അങ്ങക്ക് മഹർഷിത്വം ഋഷിമാരുടെ കൂട്ടത്തിൽ പ്രധാനിത്വം തരാം, പോരെ ചോദിച്ചു. ആരോട് ചോദിച്ചു? വിശ്വാമിത്രരോട് ചോദിച്ചു. അപ്പോൾ വിശ്വാമിത്രർ പറഞ്ഞു, എനിക്കതൊന്നും പോരാ, ഞാൻ എന്തിനാ ഇരിക്കണത്? മഹർഷി ശബ്ദമൊന്നും എനിക്ക് വേണ്ടത് എന്താണെന്നറിയോ? എന്നെ ബ്രഹ്മഋഷി ശബ്ദമാണ് എനിക്ക് വേണ്ടത്. ആ ബ്രാഹ്മണനാവണത് വരെ ഞാൻ തപസ് ചെയ്യും എന്നും. എന്നിട്ട് അദ്ദേഹം എന്താ ചെയ്തു വെച്ചോണ്ടോ? ആ ബ്രഹ്മാവും കുട്ടിയൊക്കെ പോയപ്പം ഊർധ്വബാഹു കൈ രണ്ടും ഇങ്ങനെ കൂപ്പി തൊഴുതിട്ട് നിരാലംബോ ഭൂമിയിൽ ഒറ്റക്കാലിൻ്റെ വിരൽ മാത്രം തൊട്ടിട്ട് അങ്ങനെ ആകാശത്തേക്ക് നോക്കി തൊഴുത് വായുഭക്ഷ. എന്താ നല്ല പറഞ്ഞതാ അത്? വായുഭക്ഷ, ഒന്നും കഴിക്കാതെ വായുഭക്ഷ തപശ്ചരന്, അങ്ങനെ തപസ് ചെയ്തു. കർമ്മം നല്ല ചുട്ട മീനമാസല്ലേ, മീനമേടം ഒക്കെ ഈ ചുട്ടകാലല്ലേ വേനൽക്കാലം, ആ ജാതി വേനൽക്കാലത്ത് പഞ്ചാഗ്നി മധ്യ തപസ്. എന്തേ പഞ്ചാഗ്നി മധ്യ തപസ് എന്ന് കേട്ടിട്ടുണ്ടോ? പഞ്ചാഗ്നി മധ്യത്തിൽ തപസ് ചെയ്യാന്ന് കേട്ടില്ലേ? എന്താ അർത്ഥം എന്നറിയോ? 4 ദിക്കിലും തീ കൂട്ടിയിട്ട് ഇങ്ങനെ കത്തിക്കുക, നടുക്ക് നല്ല ചുട്ട വെയിലത്ത് മുകളിലേക്ക് നോക്കിയിരിക്കുക. അമ്പോ, അതാണ് 4 തീയും 1 തീയും. അതേതാണ്? അതാണ് 5 തീയ് പഞ്ചാഗ്നി എന്ന് പറയുന്നത്. 4 പാട് കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കും ഒക്കെ 4 ദിക്കിൽ തീ കൂട്ടിയിട്ട് കത്തിക്കുക, നല്ല വിറകിൻ്റെ കൊള്ളിയിട്ട് കത്തിക്കുക. മൂർധാവിലാണെങ്കിലോ നട്ടുച്ചയ്ക്ക് മീനമാസത്തിലെ സൂര്യനും. എങ്ങനെ ഉണ്ടാവും? നമുക്ക് 4 കിലോ ഇല്ലാണ്ട് തന്നെ മറ്റേതുണ്ടായിട്ട് വയ്യ. 4 കിലും നടുക്കും കൂടി ഉണ്ട്, എങ്ങനെ ഉണ്ടാവൂലേ? അതാണ്. അങ്ങനെ തപസ് ചെയ്തു അദ്ദേഹം. അങ്ങനെ അമ്പോ എന്നും പറയും. ശിശിരെന്ന് പറഞ്ഞ മഞ്ഞുകാലാണ്. ശിശിരേ സലിലസ്ഥായി, മഞ്ഞുകാലത്താണെങ്കിൽ കഴുത്തോളം വെള്ളത്തിൽ ഇറങ്ങി നിന്നിട്ട് തപസ് ചെയ്യും. ശിശിരകാലത്ത് നമ്മൾ മഞ്ഞുകാലത്ത് വെള്ളം തൊട പതിവില്ല. പിന്നെ മേടമാസം വന്നിട്ട് കുളിച്ച തന്നെ. അങ്ങനെ അത്ര ബുദ്ധിമുട്ടുള്ള കാലത്ത് അദ്ദേഹം കഴുത്തോളം വെള്ളത്തിൽ മുങ്ങി നിന്നിട്ട് തപസ് ചെയ്യണത്. അമ്പോ രാത്രി അഹാനി, രാത്രിയും പകലുമാണേ. നമ്മളിപ്പോൾ പകലൊക്കെ തപസ് ഉണ്ടാവും, രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങില്ലേ? രാത്രിയും പകലും തപസ്. ഇങ്ങനെ തസ്മിൻ സന്തപ്യമാനേതോ വിശ്വാമിത്രേ മഹാമുനൗ സംഭ്രമ സുമഹാൻ. ഇദ്ദേഹം ഇങ്ങനെ കലശലായിട്ട് തപസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്ക് ദേവന്മാർക്ക് ആകെ ഇളക്കാൻ തുടങ്ങി. ഇത് ചില്ലറക്കാരിയല്ലല്ലോ അപ്പം അദ്ദേഹം ചെയ്യണത്. പിടിവിടാണ്ട പോവുന്നെ പിന്നെയും എങ്ങനെ നോക്കിയിട്ടും പോണുമില്ലല്ലോ. അപ്പോഴാ മനസ്സിലായത്, അദ്ദേഹം ഇങ്ങനെ തപസ് ചെയ്താൽ പിടിച്ച് പറ്റി കയറി ചിലപ്പോൾ ഇവിടെ എത്തിന്നൊക്കെ വരെ. ആകെ പേടിച്ചു. ആരെ? ദേവന്മാർ പേടിച്ചപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിക്ക് എഴുതി കൊടുത്തു, ആരെങ്കിലും ഒന്ന് പോകണം ഇവിടുന്ന്. ഏത് ഡിപ്പാർട്ട്മെൻറ്റിക്ക്? അപ്പോഴാണ് നമ്മുടെ രംഭ ആ മഞ്ഞേമ്മൽ പുള്ളിയുള്ള സാരിയെ കൊടുത്ത് അങ്ങോട്ട് പുറപ്പെട്ടു. എങ്ങോട്ട്? രംഭ അറിയില്ലേ? ഉർവശി, മേനക, രംഭ, തിലോത്തമ, ഘൃതാജി എന്നൊക്കെ പറഞ്ഞ കുറേ പേരുണ്ട്. എന്താ ഇതിൻ്റെ കൂട്ടത്തിൽ ഈ രംഭ എന്ത് ചെയ്തു? രംഭ നല്ല സുന്ദരിയായിട്ട് അങ്ങനെ വരിക. സുന്ദരിയായിട്ട് ഇങ്ങനെ വരണത് കണ്ടപ്പോഴൊക്കെ തന്നെ വിശ്വാമിത്രക്ക് മനസ്സിലായി, നമ്മൾ ഒരിക്കലും ഈ ചൂടുവെള്ളത്തിൽ വീണാൽ പിന്നെ ഒന്നും ഓർമ്മയില്ല. അപ്പം 2 കോപ്പി എഴുതിയതൊക്കെ മറന്നു. ഒരിക്കൽ ചൂടത്ത് വേണം പിന്നെ കണ്ടില്ലേ? ആ പണ്ട് ആ മേനകയുടെ വിഷയത്തിൽ പെട്ടത് കാരണം രംഭയുടെ ആ വേഗം കൂടെയൊക്കെ ആയിട്ടുള്ള വരവ് കണ്ടപ്പോഴേ മനസ്സിലായി നല്ലതിനുള്ള വരവല്ല എന്ന്. എന്തായാലും നല്ലതിനുള്ള പുറപ്പാടല്ല. രംഭ ആ പടി ഇങ്ങോട്ട് കിടന്ന് ഇടവഴിക്ക് ആ പാടത്ത വരമ്പത്ത് ഇങ്ങോട്ട് കയറുമ്പോഴേക്ക് എന്നെ കല്ലായി പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ രംഭയെ പിന്നെ ടോറസ് വണ്ടിയിൽ തൂക്കിയെടുത്ത് കൊണ്ടുപോയി കടലിൻ്റെ പക്ക കെട്ടാൻ. പാറയായിപ്പോയി. ആര്? രംഭയെ ശപിച്ച് കല്ലാക്കി. അങ്ങനെ യന്മാം ലോഭയസേ രംഭേ കാമക്രോധജയേഷിണം ദശവർഷ സഹസ്രാണി ശൈലി സ്ഥാസ്യസി ദുർഭഗേ എന്നാണ് ശപിച്ചത്.
അല്ലേ കാമലോഭത്തിൽപ്പെടുത്തിയിട്ട് എന്നെ വശീകരിക്കാൻ വന്ന രംഭേ, നീ എന്തായിട്ടിരിക്കട്ടെ, ആയിരക്കണക്കിന് കൊല്ലം പാറയിട്ട് കിടക്കട്ടെ. ആരെ ശപിച്ചു? ശൈലിച്ചാൽ കല്ലായിട്ട് തീരട്ടെ എന്ന് ശപിച്ചു. ആകുമ്പോൾ ഈ ഇങ്ങനെ ദേഷ്യമൊന്ന് കോപത്തോടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പോഴാണ് ബ്രഹ്മാവ് വന്നിട്ട് പറഞ്ഞു, വിശ്വാമിത്ര മഹർഷേ, അങ്ങയ്ക്ക് ബ്രാഹ്മണത്വം ഞാൻ തരില്ല. അതെന്താ ചോദിച്ചു. അങ്ങയ്ക്ക് ഇപ്പോഴും കാമത്തെയും ക്രോധത്തെയും ജയിക്കാൻ പറ്റിയിട്ടില്ല എന്നും പറഞ്ഞു. എന്തിനു പറ്റിയിട്ടില്ല? കാമത്തിനെയും ക്രോധത്തിൽ. ശരിയല്ലേ ഇത്? ആ മേനക വന്നപ്പം കാമത്തിൽ പെട്ടു, രംഭ വന്നപ്പം ക്രോധത്തിലും പെട്ടു. ഇത് രണ്ടും ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ബ്രാഹ്മണനാവുക? പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ മഹർഷിക്ക് മനസ്സിലായത് രണ്ട് ചതിക്കുഴി അറിഞ്ഞില്ല എന്ന്. അറിയാതെ രണ്ട് കുഴിയിൽ വീണു. ഏത് കുഴി? കാമത്തിൻ്റെ കുഴിയിലും. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്ന, കഥയായിട്ട് ഇവിടെ പറയുമ്പോഴും മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയൂ. നമ്മുടെ തപസ്സിച്ചാൽ ഏകാഗ്രതയ്ക്ക്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിൽ മനസ്സ് വെച്ചിട്ട് അതിനായിട്ട് ഉത്സാഹിച്ച് പുറപ്പെടുമ്പം അതിന് തടസ്സം നിൽക്കുന്ന രണ്ട് സാധനങ്ങൾ ഏതാണെന്നറിയൂ. ഏതാണ്? ഒന്ന് കാമവും, രണ്ട് ക്രോധവും. ഒന്ന് കാമവും ക്രോധവുമാണ് നമ്മുടെ വലിയ രണ്ട് ശത്രുക്കൾ. ഭഗവത്ഗീതയിലെ അർജുനൻ ഭഗവാനോട് ചോദിക്കും, ഭഗവാനെ, അഥ കേന പ്രയുക്തോയം പാപം ചരതി പൂരുഷ അനിച്ഛന്ന വിവാർഷ്ണേയ ബലാദിവ നിയോചിത. അർജുനൻ ചോദിക്കാനെ, അഥ, അതെ, സംശയമുണ്ട്, കേന പ്രയുക്തോയം, ആര് പ്രയോഗിച്ച് പറഞ്ഞയച്ചിട്ട് പ്രേരിപ്പിച്ചിട്ടാണ് നമ്മൾ ഈ പാപം ചെയ്യണത്? അല്ലേ? അനിച്ഛന്നബി, ആർക്കാ പാപം ചെയ്യാൻ മോഹമുള്ളത്? ആർക്കെങ്കിലും മോഹമുണ്ടോ? ആരെങ്കിലും മോഹിച്ച് ചെയ്യണവരുണ്ടോ? ആരും ഇല്ല. പക്ഷെ ചെയ്യാത്തവരുണ്ടോ? അതുമില്ല, എല്ലാവരും ചെയ്യണുണ്ട്. ആരാ ഈ പ്രേരിപ്പിക്കണത്? എങ്ങനെ? ബലാദിവ നിയോചിത. ഉന്തിത്തള്ളി കൊണ്ടുപോയി ചെയ്യിക്കണം. അത് ചെയ്യിക്കണില്ലേ നമ്മളെ കൊണ്ടൊക്കെ? നമ്മൾ പറയും വേണ്ടാന്ന് ഞാൻ എന്നിട്ട് അങ്ങനെ വേണ്ടാന്ന് ചെയ്യില്ലേ? അപ്പം ആരാ നമ്മൾ ഈ തള്ളി പറഞ്ഞയച്ച് ചെയ്യിക്കണത്? നല്ല സംശയമല്ലേ? അർജുനൻ നല്ല മിടുക്കനാ ചോദ്യം ചോദിക്കാനേ. ആരാ ഭഗവാനെ ചെയ്യിക്കണത് ചോദിച്ചു. അനിച്ഛന്ന വിവാർഷ്ണേയ ബലാദിവ നിയോചിത. ബലം പ്രയോഗിച്ച് പ്രേരിപ്പിക്കണം, അത് ചെയ്യണമല്ലോ ഭഗവാനെ ചോദിച്ചു. അപ്പം ഭഗവാന്റെ കയ്യിലാണെങ്കിൽ ഉത്തരം പെട്ടെന്ന് തന്നെ തയ്യാറാ. ഭഗവാൻ പറയുകയും ചെയ്തു, ആരാ നിശണ്ടോ അർജുന, നമ്മളെ കൊണ്ട് ഈ പാപം ചെയ്യിക്കണത്? ശ്രദ്ധിച്ച് കേട്ടോളൂ. കാമ ഏഷ ക്രോധ ഏഷ രജോ ഗുണസമുദ്ഭവ മഹാശനോ മഹാപാപ്മാ വിദ്യേനമിഹ വൈരിണം. ഇതാണ് മറുപടി. എന്തല്ലേ കൃത്യ ഉത്തരം? അതാണ് ഈ ചോദ്യം ചോദിച്ചാൽ വെട്ടിപ്പായിട്ട് ഉത്തരം പറയണം. കൃത്യമാവണം. അതിന് അപ്പുറത്തേക്കൊന്നും ഉണ്ടാവരുത്, ഇപ്പുറത്തേക്കൊന്നും ഉണ്ടാവാൻ പാടില്ല. ഭഗവാൻ പറഞ്ഞു, കാമ ഏഷ, ആരാ പാപം ചെയ്യിക്കണത്? ഈ കാമനും ക്രോധ ഏഷ, ഈ ക്രോധവും കൂടിയാണ് നമ്മളെ കൊണ്ട് പാപം ചെയ്യിക്കണതേ. അതെന്താണെന്ന് വെച്ചിട്ട് കാമയേഷ ക്രോധയേഷ എവിടെ നിന്നുണ്ടാവണത്? രജോ ഗുണ സമുദ്ഭവ. നമ്മുടെ ഉള്ളിലിരിക്കുന്ന രജോ ഗുണമില്ലേ, ആ രജോ ഗുണത്തിൽ നിന്ന് ഉണ്ടാവണതാണ് എന്താ? ഈ കാമം, ഈ ക്രോധവും. എങ്ങനെ? മഹാശനോ, മഹാശനനാ കാമം. അശനം ചെയ്യുക, കഴിക്കുക. മഹാശനൻ അനവധി കഴിക്കുക, കുറേ കഴിക്കുക. എത്ര കഴിച്ചാലും ആർക്ക് മതിയാവില്ല? കാമത്തിന് മതിയാവും. നോക്കൂ, കാമഭോഗങ്ങൾ എത്ര അനുഭവിച്ചാലേ ലോകത്ത് മതിയാവുമോ? മതിയാവില്ല. നമുക്കൊക്കെ പണ്ട് എന്തേ വിചാരം ഉണ്ടായിരുന്നുള്ളൂ, ഒന്ന് 10ാം ക്ലാസ് അങ്ങോട്ട് പാസ്സായി കിട്ടിയാൽ മതിയേ. എന്തേ വലിയേട്ടനൊക്കെ നല്ല മാർക്ക് വാങ്ങി ജയിച്ചിട്ടുണ്ടേ, നമ്മളൊന്ന് ജയിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചിരുന്നു. നമ്മളാണെങ്കിൽ വലിയേട്ടനേക്കാളും 12 മാർക്ക് അധികം വാങ്ങി ജയിച്ചു. അപ്പോൾ നമുക്കെന്ത് തോന്നി? അത് കേട്ടപ്പോൾ തോന്നി. പിന്നെ തോന്നി ഇനി വലിയേട്ടൻ വളരെ വലിയ ക്ലാസ്സിലല്ലേ, അതങ്ങോട്ട് പഠിപ്പ് അങ്ങോട്ട് പാസ്സായാൽ മതി. അങ്ങനെ പഠിപ്പ് പാസ്സായി, മഹാകേമനായിട്ട് പാസ്സായി, നല്ല 1ാം തരത്തിൽ പാസ്സായി. അപ്പം നമുക്ക് തോന്നി കഴിഞ്ഞു, മോഹം തീർന്നോ, കാമം തീർന്നോ? ഇല്ല. പിന്നെ എന്താ ഉണ്ടായത്? നേരാ പോണത്. എന്താ തോന്നിയത്? ഉദ്യോഗം. ഒരു ഉദ്യോഗം ഉണ്ടാവണേ. നാം കുറേ കാലം മോഹിച്ചു. അങ്ങനെ എന്തുണ്ടായി? നല്ല കേമായ ഉദ്യോഗം ഉണ്ടായി. ഉദ്യോഗം ഉണ്ടാവണേന്ന് മോഹിച്ച സമയത്ത് വല്ലാത്ത സന്തോഷം. ഉദ്യോഗം ഉണ്ടായപ്പോഴാണ് മനസ്സിലായത് അത്ര രസമല്ലാന്ന്. പിന്നെ ഇപ്പം എന്ത് ചെയ്യും? ജീവിക്കണ്ടേ വെച്ചിട്ട് നമ്മൾ ഈ ഉദ്യോഗത്തിന് ആദ്യത്തെ ദിവസം ഉദ്യോഗത്തിന് ചെന്ന് ഒപ്പിടുന്ന സമയത്ത് ആ ഭാവാവേശമൊന്നും പിന്നെ 3-4 ദിവസം കഴിഞ്ഞ് ഒപ്പിടുമ്പോൾ കണ്ടില്ലേ ആ മുഖഭാവം? എന്താ കാരണം? അത്രയേ ഉള്ളൂ. അപ്പം കാമം തീർന്നുവോ? തീർന്നില്ലേ? ഇപ്പം എന്താ കാമം? എന്നിട്ട്
ഇപ്പം നമുക്ക് ഉദ്യോഗം. അപ്പോഴാണ് ഇങ്ങനെ ആലോചന വന്നു തുടങ്ങി. എന്താലോചന? വല്ലാത്ത ജാതി ആലോചനയത്. ആലോചന ഇങ്ങനെ വരിക തന്നെ. ആലോചന പണ്ടും ഉണ്ടായിരുന്നു നമുക്ക്, പക്ഷെ അന്ന് കുടുംബത്തുള്ളവരും ശ്രദ്ധിച്ചില്ല. ഇപ്പോഴാണ് അവരാലോചിക്കാൻ തുടങ്ങി. നമ്മളപ്പോൾ സ്കൂളിൽ പോണ കാലത്ത് ആലോചിച്ച് തുടങ്ങിയതാ. എന്തെങ്കിലും ശരിയല്ലേ ഇത്? കല്യാണാലോചന. അപ്പോൾ നമ്മൾ നിരീക്ഷിക്കുന്ന ഇനി ഈ ഉദ്യോഗത്തിലുള്ള ഈ മുഷ്ടിലൊക്കെ എന്തുകൊണ്ട് തീരും? ഇതുകൊണ്ട് തീരുന്നില്ല. അങ്ങനെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഇപ്പോൾ ആഫീസിൽ ഉദ്യോഗം വേണം, ഇവിടുത്തെ ഉദ്യോഗം മുണ്ട് മുക്കൽ തുടങ്ങിയുള്ള എല്ലാ ഉദ്യോഗവും വേണം. അപ്പോൾ നമുക്ക് തോന്നി ഇതൊരു രസമില്ല. ഏത്? അവിടെ തീർന്നോ കാമന? തീർന്നു. അപ്പോൾ നമ്മൾ നിരീക്ഷിച്ചു ഈ ദുരിതങ്ങളൊക്കെ എപ്പോൾ തീരും? ഉണ്ണിയുണ്ടായ സന്താനം ഉണ്ടായാൽ തീരൂലോ. വല്ലാത്ത ജാതി സന്തോഷം. അങ്ങനെ സന്താനം 1 അല്ല 9 ഉണ്ടായത്. അതോടെ എല്ലാം തീർന്നു. ഇപ്പോഴോ തീർന്നോ? മോഹം തീർന്നോ? ഇല്ല. ഇപ്പം എന്താ മോഹം? അതെ. ഇനി അതിന് ഈ 9 ഒരു നിലയിലാവണമല്ലോ. അങ്ങനെ 9 പലയിലേക്ക് വിവാഹം ചെയ്ത് കൊടുത്തു. പെൺകുട്ടികളെയൊക്കെ കൊടുത്തു, ആൺകുട്ടികളൊക്കെ വിവാഹം ചെയ്ത് കൊണ്ടുവന്നു. ഇപ്പോഴെന്താ മോഹം? ഇനിയിപ്പോൾ അങ്ങനെയൊക്കെല്ലാം മോഹം തീർന്നില്ലേ? കാമനയൊക്കെ തീർന്നില്ലേ? ഇപ്പോഴോ ഒന്നും പറയണ്ട. അമ്മൂട്ടിക്ക് ആരുണ്ട് നീ? എന്തിന്? അമ്മൂട്ടിയമ്മ പറഞ്ഞ ഭാര്യയ്ക്ക് ആരുമില്ലല്ലോ. മക്കളൊക്കെ പോയില്ലേ? പെൺകുട്ടികളെ വിവാഹം കഴിച്ച് കൊടുത്തു, ആൺകുട്ടികൾ വിവാഹം ചെയ്ത് ജോലി, അവരൊക്കെ അങ്ങോട്ടൊക്കെ പോയി. ഇപ്പം ആരും ഭാര്യ അങ്ങനെ ഭാര്യയുടെ ഭാഗ്യം കൊണ്ട് നല്ല കാലത്തിന് സിദ്ധി കൂടി ആര് പോയി? അധികം നരയിക്കേണ്ട അമ്മ പാവം ഭഗവാന്റെ അടുത്തേക്ക് പോയി. ഇനിയിപ്പോൾ ആരും ഇല്ല, ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ചോദിച്ചു ഇനിയിപ്പോൾ എന്താ കാമനയൊക്കെ തീർന്നില്ലേ? ഇനിയിപ്പോൾ എന്താ മോഹം? ഒന്നും പറയണ്ട. 10 ഒരു പൂച്ച പെറ്റ കിടക്കണ്ട, അതിന് ചോറ് കൊടുക്കണ്ടേ? കണ്ടോ? നിസ്സാരം തോന്നും, പക്ഷേ ഒരു മോഹാണതേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കിയാൽ കാമനകൾ തീർന്ന കാലം ഉണ്ടോല്ലേ? മരിക്കണതിൻ്റെ ഒരു സെക്കൻഡ് മുമ്പ് വരെ പോലും എന്ത് തീരില്ല? മരിക്കുമ്പോഴത്തെ കഥ എന്താണെന്ന് വലിയ വിവരമില്ലാത്തതുകൊണ്ടാണ് പറയാത്തത് കേട്ടോ. ശീലമില്ലല്ലോ മുമ്പ്. എന്തിന്? അത് വരെയൊക്കെ നമുക്ക് പറയാം. അത് വരെ പറയാൻ പറ്റില്ല. എന്താ കാരണം? ഇനി അത് പറയണമെങ്കിൽ വല്ലവരും അത് കഴിഞ്ഞ് വന്നവർ വേണം. നോക്കണ്ട് കിട്ടുമോ ഇല്ലെന്ന്. ഇതുവരെ ആരെയും കിട്ടിയിട്ടില്ല. എന്നുവെച്ചാൽ അർത്ഥം എന്താണെന്നറിയോ? ശ്രദ്ധിക്കണം. നമ്മുടെ കാമങ്ങൾ തീരില്ല. അതാണ് എപ്പോഴും നോക്കിക്കോളൂ. കാമനകൾ ഇങ്ങനെ ഒന്ന് കഴിഞ്ഞ് ഈ തകര മുളയ്ക്കണ മാതിരിയാണ്. എന്തുപോലെ തകരണ്ടല്ലേ റോഡിൻ്റെ പക്കത്ത്. ഇപ്പം ഈ മീനമാസിലൊക്കെ പോയൊക്കെ റോഡൊക്കെ എന്ത് വെട്ടുപ്പാണ്. മറ്റേ ചെത്തിക്കോരി അവരങ്ങോട്ട് വെട്ടുപ്പാക്കിയിട്ടേ നല്ല വൃത്തിയും വെടുപ്പുണ്ട്. നമ്മൾ വിചാരിക്കും ഇങ്ങനെ നല്ല മിറ്റം പോലെ ഉണ്ട്. എന്താ റോഡിൻ്റെ പക്ക? നനി ആ കർക്കടത്തിലൊന്ന് പോയി നോക്കൂ. നമ്മളൊന്നും കാണാനില്ല. സിംഹം കടുവയ്ക്കണ്ടോ നോക്കിയാൽ മതി. എന്തിലാ കാട്ടിൽ എന്തൊരു ജാതി ഉയരത്തിലായി ചെടി വളർന്ന് നിൽക്കുക. ശരിയല്ലേ ഇത്? അപ്പോൾ നമ്മൾ വിചാരിച്ചു ചെടിയൊക്കെ ഇല്ലാണ്ടിയായിന്ന്. പക്ഷേ വെള്ളവും നനവും തട്ടിയപ്പോൾ എന്തുണ്ടായി? വീണ്ടും ഈ തകരാന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ആരും മനസ്സിലാവും. ഇപ്പോൾ റോഡിൻ്റെ പക്കത്തണ്ടല്ലേ ആ തകര അതന്നെ. അതെങ്ങനെ വെച്ചോ? അതിപ്പോൾ നമ്മൾ വിചാരിക്കും ചെടി പോകുമ്പം അങ്ങോട്ട് ഇല്ലാണ്ടില്ല, വിത്ത് അവിടെ ഉണ്ട്. ഇതുപോലെ നമ്മുടെ ഉള്ളിൽ വാസനാവിത്ത്. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് കാമാണ് നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കണതേ. ആ കാമന ഉണ്ടാവുമ്പോൾ നമുക്ക് ഓരോ കാമനകൾ ഉണ്ടാവുമ്പോഴാണ് എന്തുണ്ടാവണത്? ബുദ്ധിമുട്ടുണ്ടാവണതേ. ഇപ്പോൾ കാമനകളൊക്കെ കുറേശ്ശെ കുറയുമ്പോൾ എന്ത് കൂടും? ആഗ്രഹങ്ങൾ കുറേശ്ശെ കുറയുമ്പോൾ എന്താ ഉണ്ടാവുക എന്നറിയോ? വല്ലാത്തൊരു സുഖാണേ. അത് പറഞ്ഞാൽ മനസ്സിലാവില്ല കേട്ടോ. തൃഷ്ണാക്ഷയ സുഖസ്യേതേഷു. എന്ത് തൃഷ്ണാക്ഷയ സുഖല്ലേ? അതിൻ്റെ 16 വരില്ല മറ്റതൊന്നും. ഏത് കിട്ടുമ്പം ഉണ്ടാവണ സന്തോഷമാണ് കേമനാണ്. അത് വലിയ സന്തോഷമൊന്നുമില്ലേ? അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തൃഷ്ണാക്ഷയ സുഖമാണ് വലിയ സുഖം. ആഗ്രഹങ്ങൾ കുറേശ്ശെ കുറഞ്ഞ് അങ്ങനെ ശീലിച്ച കുറേ കാലം കഴിയുമ്പോൾ അങ്ങനെ ശീലിച്ചു നോക്കൂ. ഇതൊരു രസമാവുമെന്നറിയോ കാര്യം? അങ്ങനെയാണ്. അത് തമാശ പറഞ്ഞതല്ല കേട്ടോ. അപ്പോൾ കാമവും ക്രോധവുമാണ് നമ്മളെ തടസ്സപ്പെടുത്തണത്. ഇവിടെ പതിനല്ലേ ഉണ്ടായത്? രംഭ ക്രോധം കൊണ്ട് തടസ്സപ്പെടുത്തിച്ചാൽ മേനക കാമം കൊണ്ട് എന്തായാലും തടസ്സപ്പെടുത്തൽ അല്ലേ? ഇരുമ്പിൻ്റെ ചങ്ങല കൊണ്ട് കെട്ടിയാലും വെള്ളിയുടെ ചങ്ങല കൊണ്ട് കെട്ടിയാലും സ്വർണത്തിൻ്റെ ചങ്ങല കൊണ്ട് കെട്ടിയാലും കെട്ടല്ലേ? ഇരുമ്പിൻ്റെ കെട്ടാവുള്ളൂന്നുണ്ടോ? സ്വർണത്തിൻ്റെ കെട്ടായാലും കെട്ട് തന്നെയാണ്. വെള്ളി കൊണ്ട് കെട്ടിയാലും ഇനി വേറെ അതിലൊക്കെ കേമായത് എന്തായാലും കെട്ട്. അർത്ഥം എന്താണെന്നറിയോ? ബന്ധനാണെന്ന് പറയും പോലെ ഈ പറയണ എല്ലാം നമ്മളെ ബന്ധിപ്പിക്കും. എല്ലാ കാമനകളും ബന്ധിപ്പിക്കും. അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തു? വീണ്ടും അതേ കലശിൽ കുട്ടി തപസ് ചെയ്തു. കാമത്തിലും പെടരുത്, ഇനി
ക്രോധത്തിലും പെടാൻ പാടില്ല. എന്താ വെച്ചാൽ പെട്ടാ പോയി. അങ്ങനെ അദ്ദേഹം വീണ്ടും ഘോരമായി തപസ് ചെയ്തു. ഹൗ ഒന്നും വേണ്ട. അദ്ദേഹം പറയും ഇന്ദ്രിയൈഹി അജിതൈഹി രാമ നലേഭേ ശാന്തിമാത്മന. അദ്ദേഹം ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയൊക്കെ അടക്കി. ഇപ്പോൾ കോപവുമില്ല, കാമവുമില്ല, ഒന്നുമില്ല, സർവം സഹനായിട്ട് അങ്ങനെ തപസ് ചെയ്തു. അദ്ദേഹം തീരുമാനിച്ചു, എന്താ, നൈവ ക്രോധം ഗമിഷ്യാമി, ഞാൻ ഇനി ദേഷ്യപ്പെടില്ല. എന്നുവെച്ചാൽ വക്ഷ്യേ കഥഞ്ചന, ആരോടും ദേഷ്യത്തിലൊരു വർത്തമാനം ഞാൻ പറയില്ല. ആരോർപ്പിച്ചു. അങ്ങനെ മൗനം വരുഷസഹസ്രസ്യ കൃത്വ, 1000 കൊല്ലാണ് അദ്ദേഹം മൗനവ്രതം അനുഷ്ഠിച്ചത്. ശരി കേട്ടോ, കുറേ മൗനവ്രതം അനുഷ്ഠിച്ചാൽ തന്നെ അവനോന് ഗുണമൊന്നും ഇല്ലെങ്കിലും നാടിന് ഗുണമാണ്. ആരെങ്കിലുമൊക്കെ മൗനവ്രതം അനുഷ്ഠിച്ചാൽ അവനവന് പ്രത്യേകിച്ച് ഗുണമുണ്ടോ ഇല്ലയെന്ന് നമുക്ക്